ന്യായാമോദവളാവകുണ്ടനവതീം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം. നിന്നുടെ കാര്യം വരുത്തിരഘോത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചിലതേതുമെന്നുടെ മനസ്സേ തോന്നുന്നതിന്നവോ. ബാലി മഹാബലവാൻ കവി പുങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു പലാലവൻ മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നീടു നീ. എത്ര നാൾ ഉണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്കണേ. സത്വരമെന്നുടെ യാജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കുമയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസപ്തമന്മാരെ വരുത്തുവാനായി
അമൃതം നേരെ 10,000 കപിവീരരെ പാരാതയ്ക്കു സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നുവെന്നാകിലോ വധ്യനവൻ അതിനില്ലൊരു സംശയം സത്യം പറഞ്ഞ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പൊക്കിരുന്നിടിനാൻ ഭർത്തൃനിയോഗം പുരസ്കൃത്യന്മാരുതപുത്രനും വാനര സത്തമന്മാരെയും 10 ദിക്കിനു അയച്ചാനഭിമതദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗപ്രചാരേണ കപികുലം നായകന്മാരെ വരുത്തുവാനായി മുതാ പോയതു ദാനമാനാതൃത്വത്മന മായാ മനുഷ്യകാര്യാർത്ഥമതിദൃഢം. ഓം അമൃതേശ്വരി നമഃ. വാത്മീകി വിരചിതമായ ശ്രീരാമായണത്തിലെ ഹനുമാൻ സുഗ്രീവ സംഭാഷണമാണ് ഇന്ന് പാരായണം ചെയ്തത്. ചിരഞ്ജീവിയായ ഹനുമാൻ ശ്രീ പരമേശ്വരന്റെ രുദ്രാവതാരമാണ്. സീതാന്വേഷണത്തിന് സഹായിക്കാമെന്നേറ്റ സുഗ്രീവന്റെ ആവശ്യപ്രകാരം ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിച്ചു. എന്നാൽ ചക്രവർത്തിയായ സുഗ്രീവൻ ശ്രീരാമന് കൊടുത്ത വാക്കുകൾ മറന്ന് സുഖങ്ങളിൽ മുഴുകി ജീവിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ശ്രീരാമഭക്തനായ ഹനുമാൻ സുഗ്രീവനെ ഇങ്ങനെ ഉപദേശിക്കുന്നു: സത്യനിഷ്ഠനായ ശ്രീരാമദേവൻ ഇന്ദ്രപുത്രനായ ബാലിയെ തങ്ങളുടെ ആവശ്യപ്രകാരം നിഗ്രഹിച്ചു കഴിഞ്ഞു. രാജ്യാഭിഷേകം കഴിഞ്ഞ അങ്ങാകട്ടെ വാക്കുകൾ മറന്ന് സുഖങ്ങളിൽ മുഴുകി കഴിയുന്നു. പ്രത്യുപകാരത്തെക്കുറിച്ച് മറക്കുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നാലും മൃതതുല്യനാണ്. അവൻ മിത്രസ്നേഹത്തിന് അർഹനല്ല. സ്വന്തം പത്നിയുടെ വേർപാടിൻ്റെ വേദനയിലും സുഹൃത്തിന് നൽകിയ വാക്കിൻ്റെ വില കൽപ്പിച്ച ഭഗവാനെ സഹായിക്കേണ്ടത് തങ്ങളുടെ കടമയാണ്. ഇപ്രകാരമുള്ള ഹനുമാന്റെ ഉപദേശം കേട്ട സുഗ്രീവൻ ഇങ്ങനെ ഉപദേശിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ആപത്ത് വരികയില്ല എന്നും പറഞ്ഞ് സീതാന്വേഷണത്തിന് തൻ്റെ ദൂതന്മാരെ 4 പാടും പറഞ്ഞയക്കുന്നു. സുഗ്രീവനോടുള്ള ഭക്തിയും വിധേയത്വവും കൈവിടാതെയാണ് ഹനുമാൻ സംസാരിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നസങ്കീർണമായ അവസരങ്ങളിൽ നമുക്ക് പലപ്പോഴും അപ്രതീക്ഷിതമായ അവസരങ്ങൾ ലഭിച്ചേക്കാം. ഉപകാരം ചെയ്ത ആൾക്ക് തിരിച്ചൊരു സഹായം ചെയ്യുമ്പോഴാണ് അത് ഫലവത്താകുന്നത്. സുഗ്രീവന്റെ അധർമ്മത്തിന് നേരെ ശബ്ദമുയർത്തിയ ചിരഞ്ജീവിയായ ഹനുമാൻ ഈ കലിയുഗത്തിലും ജീവിച്ചിരിക്കുന്നു. മാനവരാശിയുടെ ധർമ്മങ്ങളും അധർമ്മങ്ങളും മനസ്സിലാക്കുന്ന ഹനുമാൻ ഒരു വാനരോത്തമൻ എന്നതിലുപരി ഒരു നരോത്തമനായി മാറുന്നത് ഈ പാരായണത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹനുമാൻ സുഗ്രീവനോടുള്ള സംവാദം സാമൂഹിക ബോധവും വിവേകബുദ്ധിയും ഭാഷാപാഠവും ധാർമ്മിക ബോധവും ചേർന്നിട്ടുള്ളതാണെന്ന് വ്യക്തമാകുന്നു. ഇതിൽ ഹനുമാന്റെ വാക്ക്, വൈഭവം, നയതന്ത്ര ശൈലി, സംസാരശുദ്ധി എല്ലാം ഒന്നിച്ചു മികം നൽകുന്നു.